കർത്താവേ, നിന്റെ വിശുദ്ധ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. ബാറഖ്മോർ. അനന്തരം ആകൽ കറുസായാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. താൻ അവിടെ 40 പകലും 40 രാവും ഉപവസിച്ചു. അവസാനം തനിക്ക് വിശന്നു. പരീക്ഷകൻ തന്നെ സമീപിച്ച്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ തക്കവണ്ണം പറയുക എന്ന് പറഞ്ഞു. യേശു ഉത്തരമായി, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവവചനത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വചനം കൊണ്ടുമത്രേ എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അഗൽക്കറുസ തന്നെ വിശുദ്ധ നഗരത്തിലേക്ക് നയിച്ച് ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ താഴോട്ട് ചാടുക, എന്തെന്നാൽ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ അവർ അവരുടെ കൈകളിൽ നിന്നെ വഹിക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അഗൽക്കറുസ തന്നെ വളരെ ഉയരമുള്ള മലയിലേക്ക് ആനയിച്ചിട്ട് ലോകത്തിലെ സർവ്വരാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് അവൻ തന്നോട്, നീ വീണെന്നെ വന്ദിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, സാത്താനെ, നീ മാറിപ്പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ സേവിക്കാവൂ എന്നും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആഗൽക്കറുസ തന്നെ വിട്ടുപോയി. മാലാഖമാർ അടുത്തു വന്ന് തനിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. യോഹന്നാൻ കാരാഗൃഹത്തിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് മാറിപ്പോയി. താൻ നസ്രത്ത് വിട്ട് സെബലൂൻ നഫ്താലി അതിർത്തിയിൽ കടൽ തീരത്ത് കഫർനഹൂമിൽ പാർത്തു. ഏശയ്യാ ദീർഘദർശിയാൽ പറയപ്പെട്ടിരുന്നത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു. അതായത്, കടൽ തീരത്തെ വഴിയും യോർദാന്റെ തീരങ്ങളും ജാതികളുടെ ഗലീലയുമായി അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ സ്ഥലത്തും നിഴലിലും സ്ഥിതി ചെയ്തിരുന്നവർക്ക് പ്രകാശം ഉദയം ചെയ്തു. അതുമുതൽ മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി. താൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കീപ്പ എന്നു പേർ വിളിക്കപ്പെട്ട ശെമവോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ് എന്ന 2 സഹോദരന്മാർ കടലിൽ വലയിടുന്നത് കണ്ടു. എന്തെന്നാൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാം എന്ന് പറഞ്ഞു. അവർ ഉടനെ തന്നെ അവരുടെ വലകൾ ഉപേക്ഷിച്ച് തൻ്റെ പിന്നാലെ പോയി. അവിടം കടന്നാറെ പടകിൽ തങ്ങളുടെ പിതാവായ സെബദിയും ഒന്നിച്ചിരുന്ന് വലകൾ കേടുപോക്കുന്ന മറ്റു 2 സഹോദരന്മാരെ, സെബദി പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവരെ വിളിച്ചു. തൽക്ഷണം അവർ പടകിനെയും അവരുടെ പിതാവിനെയും വിട്ട് തൻ്റെ പിന്നാലെ പോയി. യേശു ഗലീലയിൽ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് അവരുടെ സംഘാലയങ്ങളിൽ പഠിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളിലെ സർവ്വവ്യാധികളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. സിറിയ മുഴുവനിലും തൻ്റെ കീർത്തി വ്യാപിച്ചു. പലതരം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും അത്യധിക വേദനകളാൽ വലഞ്ഞവരെയും ഭൂതഗ്രസ്തരെയും ചന്ദ്രരോഗികളെയും പക്ഷാഘാത രോഗികളെയും തൻ്റെ അടുക്കൽ ജനം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. താൻ അവർക്ക് സൗഖ്യം നൽകി. ഗലീലായിൽ നിന്നും എസ്രാംസ് ദിനോസോയിൽ നിന്നും യെരുശലേമിൽ നിന്നും യഹൂദിയായിൽ നിന്നും യോർദാന്റെ മറുകരയിൽ നിന്നും വളരെയേറെ ജനക്കൂട്ടം തന്നെ അനുഗമിച്ചു. അമീൻ. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. ബാറഖ്മോർ.